തരുണി സത്യദേവിനെ നമുക്കാർക്കും അത്ര പെട്ടെന്നൊന്നും മറക്കാനാവില്ല. ഓർമ്മകൾ ഉള്ളിടത്തോളം കാലം നമ്മുടെയെല്ലാം മനസ്സിൽ ഒരു വിങ്ങലായി എന്നും ഉണ്ടാകും ഈ കുസൃതി കുടുക്കയുടെ മുഖം. ആ ചിരിയും സംസാരവുമെല്ലാം എന്നും സിനിമാ പ്രേക്ഷകന്റെ നെഞ്ചിൽ മായാത്തൊരു ഓർമ്മയാണ്. മുംബൈയിലെ വ്യവസായി ഹരേഷ് സത്യദേവിൻ്റെയും ഗീതാ സത്യദേവിൻ്റെയും മകളായി 1998 മെയ് 14 തരുണി സത്യദേവ് ജനിച്ചത്. 2004 വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലൂടെയാണ് തരുണി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അതേ വർഷം തന്നെ പൃഥ്വിരാജ് നായകനായ സത്യം എന്ന സിനിമയിലും അവൾ അഭിനയിച്ചു. 2009 അമിതാഭ് ബച്ചൻ നായകനായ പാ എന്ന ഹിന്ദി ചിത്രത്തിലും അവൾ തന്റെ കഴിവ് തെളിയിച്ചു. വിവിധ കമ്പനികളുടെ 50-ൽ പരം പരസ്യങ്ങളിലും തരുണി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തരുണിയുടെ അവസാന ചിത്രം വെട്രി സെൽവൻ എന്ന തമിഴ് ചിത്രമാണ്. അത് അവളുടെ മരണത്തിന് 2 വർഷത്തിന് ശേഷമാണ് പുറത്തിറങ്ങിയത്. 2012 മെയ് 14 നേപ്പാളിലുണ്ടായ വിമാന അപകടത്തിലാണ് തരുണി മരിക്കുന്നത്. മരണസമയത്ത് 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 3 ജോലിക്കാരും 16 ഇന്ത്യൻ വിനോദസഞ്ചാരികളും 2 ഡാനിഷ് പൗരന്മാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. പൊഖാരയിൽ നിന്നും മുസ്താങ്ങിലെ ജോംസോങ് വിമാനസഞ്ചാര മേഖലയിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് തകർന്നു വീണത്. തരുണിയുടെ അമ്മ ഗീതാ സത്യദേവും ആ അപകടത്തിൽ മരണപ്പെട്ടു. മലയാള സിനിമയിൽ അവൾ എത്തിപ്പെടുന്നത് ഇങ്ങനെയാണ്. സംവിധായകൻ വിനയൻ തരുണിയെ അമിതാഭ് ബച്ചനൊപ്പം ഒരു പരസ്യത്തിൽ കാണുകയും അവളെ തന്റെ സിനിമയിൽ അഭിനയിക്കാൻ ബച്ചന്റെ മാനേജറുമായി ബന്ധപ്പെടുകയും ചെയ്തു. അന്നവൾക്ക് 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വെറും 2 തവണ കേട്ടതിന് ശേഷം മലയാളം ഡയലോഗുകൾ അവതരിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞു. അഭിനയത്തിന് പുറമെ കോൾഗേറ്റ്, ICICI ബാങ്ക്, പാരച്യൂട്ട്, സഫോള ഓയിൽ, കേസർ ബദാം മിൽക്ക് എന്നിവയുടെ ടെലിവിഷൻ പരസ്യങ്ങൾ ഉൾപ്പെടെ 50-ലധികം പരസ്യങ്ങളിലും തരുണി സത്യദേവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നടി കരിഷ്മ കപൂറിനൊപ്പം രസ്നയുടെ പരസ്യങ്ങളിലും അവൾ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് അവൾക്ക് രസ്ന ഗേൾ എന്ന വിളിപ്പേര് കിട്ടുന്നത്. നേപ്പാൾ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തരുണി തൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും സന്ദർശിച്ചു. അവരെല്ലാവരോടും നമ്മൾ അവസാനമായിട്ടാണ് കേട്ടോ കാണുന്നത് എന്ന് പറഞ്ഞു. എന്തിനാണ് നീ അങ്ങനെ പറയുന്നത് എന്ന് അവളുടെ സുഹൃത്തുക്കൾ ചോദിച്ചു. അത് വെറുതെ ഞാൻ തമാശ പറഞ്ഞതാ എന്നായിരുന്നു തരുണിയുടെ മറുപടി. തരുണിയുടെ അവസാന വാക്കുകൾ ഇത്ര കൃത്യമായി ഫലിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്ന് പറഞ്ഞാണ് സുഹൃത്തുക്കൾ കരഞ്ഞത്. ഈ വരുന്ന മെയ് 14 തരുണിയുടെ ചരമദിനമാണ്. നമ്മുടെ പ്രിയ താരത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു പിടി ഓർമ്മപ്പൂക്കൾ.